ഇനി നെൽ കർഷകർ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. നെല്ലുൽപാദനം വർദ്ധിച്ചത് കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഒരേക്കറിൽ നിന്നും 2500 കിലോയിൽ കൂടുതൽ നെല്ല് ലഭിച്ച കർഷകരാണ് പ്രയാസം അനുഭവിക്കുന്നത്. 2500 കിലോയിൽ കൂടുതൽ നെല്ല് സപ്ലൈകോ ശേഖരിക്കണമെങ്കിൽ കടമ്പകൾ പലത് കടക്കേണ്ടതുണ്ട്. ഉൽപാദനം വർദ്ധിച്ചാൽ സാധാരണഗതിയിൽ കർഷകർ സന്തോഷിക്കുകയാണ് പതിവ്. നെൽകർഷകരുടെ കാര്യം അങ്ങനെയല്ല. ഏക്കറിന് 2500 കിലോയിൽ കൂടുതൽ നെല്ലുൽപാദനം ഉണ്ടായാൽ സിവിൽ സപ്ലൈസ് വകുപ്പ് അത് എടുക്കാൻ കർഷകർ നിരവധി കടമ്പകൾ കടക്കണം. നെൽകർഷകരുടെ സത്യവാങ്മൂലം, പാടശേഖര സമിതി സെക്രട്ടറിയുടെ ശുപാർശ, സപ്ലൈകോ ഫീൽഡ് ഓഫീസറുടെ റിപ്പോർട്ട്, കൃഷി അസിസ്റ്റന്റിന്റെ ശുപാർശ, കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രം എന്നീ രേഖകൾ ഹാജരാക്കണം. പലയിടത്തും അധികമായി വന്ന നെല്ല് ഇപ്പോഴും ശേഖരിച്ചിട്ടില്ല. ഇപ്രാവശ്യം ഒരു തരക്കെടില്ലാത്ത ഈൽഡ് കിട്ടിയത് ഒരു ബാധ്യതയായിട്ട് മാറി. കർഷകർ പലപ്പോഴും ഇപ്പോൾ അതിൽ ആശങ്കയിലാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മുൻകൂട്ടി കാണാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ക്രോപ്പ് കട്ടിങ് നടത്തി ഈൽഡ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച നെല്ല് മുഴുവൻ സർക്കാർ എടുക്കുന്നു പറയുന്നുണ്ടെങ്കിലും അതിനൊക്കെ ചില നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് വലിയ പ്രതിസന്ധി ഈ പ്രാവശ്യം ഉണ്ടാക്കി. ഇത്തവണ ഉൽപാദനം കൂടുതലായതിനാൽ ഒരേക്കറിൽ 3000 കിലോ വരെ നെല്ല് ലഭിച്ചിട്ടുണ്ട്. വേനൽ മഴ കൂടി വന്നതോടെ നെല്ല് എവിടെ സൂക്ഷിക്കുമെന്നറിയാതെ കർഷകർ പ്രയാസം നേരിടുകയാണ്. പുതിയ സർക്കാർ ഇടപെട്ട് പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം. മീഡിയ 1 പാലക്കാട്.